നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട്ടെ നബീസ വധക്കേസ് പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. ശിക്ഷ ശനിയാഴ്ച വിധിക്കും. നബീസയുടെ മകളുടെ മകൻ ബഷീർ, ഭാര്യ ഫസീല എന്നിവരാണ് പ്രതികൾ. ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിൽ ദേശാടന കിളികളുടെ ആവാസ കേന്ദ്രമായ പുൽക്കാടുകൾ തീയിട്ട നിലയിൽ. സ്ഥലത്ത് വനംവകുപ്പ് പരിശോധന നടത്തി. പോലീസിന്റെ കൂടി സഹകരണത്തോടെ പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കുമെന്ന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. നവോത്ഥാനം ആവശ്യമില്ലെന്നും സ്ത്രീ വിമോചനം എന്ന ആശയമാണ് മാറ്റമുള്ള സമൂഹത്തിന് ആവശ്യമെന്നും എഴുത്തുകാരി സാറ ജോസഫ്. സ്ത്രീകൾക്കെതിരെ നടത്തുന്ന അക്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കണം. പട്ടാമ്പിയിൽ കവിതയുടെ കാർണിവൽ 8ാം പതിപ്പിന് തുടക്കം. ശ്രീകൃഷ്ണപുരത്ത് മോഷ്ടാക്കളുടെ വിളയാട്ടം. പെരുമാങ്ങോട് വിഷ്ണുക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു. സമീപത്തെ വീടുകളിലും മോഷണ ശ്രമം. ഒപ്പം താമസിച്ച് വഞ്ചിച്ചെന്ന ശ്രീലങ്കൻ യുവതിയുടെ പരാതിയിൽ പെരിന്തൽമണ്ണയിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വളാംകുളം സ്വദേശി മുഹമ്മദ് ഹനീഫയാണ് അറസ്റ്റിലായത്. അറസ്റ്റ് വിദേശത്ത് നടന്ന സംഭവത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. ഭക്ഷണത്തിൽ വിഷം കലർത്തി ഭർത്തൃമാതാവിന്റെ ഉമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ കുറ്റക്കാർ. മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതിയാണ് പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. പ്രതികൾക്കുള്ള ശിക്ഷ കോടതി ശനിയാഴ്ച വിധിക്കും. കരിമ്പുഴ തോട്ടര ഈങ്ങാക്കോടൻ മമ്മിയുടെ ഭാര്യ 71-കാരി നബീസ കൊല്ലപ്പെട്ട കേസിലാണ് നബീസയുടെ മകൾ ഫാത്തിമയുടെ മകൻ പടിഞ്ഞാറേതിൽ ബഷീർ, ഭാര്യ ഫസീല എന്നിവർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. 2016 ജൂൺ 23-നാണ് നബീസ കൊല്ലപ്പെട്ടത്. 2016 ജൂൺ 24-ന് രാവിലെയാണ് മണ്ണാർക്കാടിനടുത്ത് ആര്യമ്പാവ് ചെട്ടിക്കാട് നബീസയുടെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് സമീപത്തെ സഞ്ചിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പും സ്വിച്ച് ഓഫ് ചെയ്ത മൊബൈൽ ഫോണും കണ്ടെടുത്തിരുന്നു. ആത്മഹത്യാക്കുറിപ്പാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. കൊലപ്പെട്ട നബീസയ്ക്ക് എഴുതാൻ അറിയില്ലെന്ന് ബന്ധുക്കളും നാട്ടുകാരും പോലീസിനെ അറിയിച്ചിരുന്നു. സംഭവം നടക്കുന്നതിന്റെ 3 വർഷം മുമ്പ് ഫസീലയുടെ 43 പവൻ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടിരുന്നു. ഇത് നബീസയാണ് എടുത്തതെന്ന് ഫസീല നിരന്തരം പറഞ്ഞിരുന്നു. ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് ആഭരണം നഷ്ടമായ സംഭവത്തിലും ഫസീലയ്ക്ക് പങ്കുണ്ടെന്ന് ആരോപണം ഉയർന്നിരുന്നു. ഇതെല്ലാം ആയതോടെ ഫസീലയെ ഭർതൃവീട്ടുകാർ സംശയിച്ചു തുടങ്ങി. ഇതോടെ ബഷീറിനെയും ഭാര്യയെയും വീട്ടിൽ നിന്ന് പുറത്താക്കി. നഷ്ടപ്പെട്ട ആഭരണത്തെ ചൊല്ലി ഫസീല നിരന്തരം പരാതിപ്പെട്ടിരുന്നു. 2016 ജൂൺ 21-ന് മണ്ണാർക്കാട് നൊട്ടമലയിലെ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയ നബീസയെ 22-ന് ബഷീർ താമസിക്കുന്ന മണ്ണാർക്കാട് നമ്പിയങ്കുന്നിലെ വാടക വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് നഷ്ടപ്പെട്ട ആഭരണത്തെ ചൊല്ലി തർക്കം നടന്നു. രാത്രി 8-ന് കഞ്ഞിക്കൊപ്പം നൽകിയ കറിയിൽ വിഷം കലർത്തി നൽകിയെങ്കിലും ആദ്യം കാര്യമായ മയക്കം അനുഭവപ്പെട്ടില്ല. ഏറെ നേരത്തിനു ശേഷം പലപ്പോഴായി വിഷം ബലമായി വായിൽ ഒഴിച്ചു കൊടുത്തു. മൽപ്പിടുത്തത്തിനിടെ നബീസയുടെ ഇടത് കൈയിനും തലയ്ക്കും പരിക്കേറ്റിരുന്നു. ഇതിനിടെ നബീസയുടെ ഫോൺ ബഷീർ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തു. പുലർച്ചെ 2:30 മരണം ഉറപ്പായി. അന്ന് മൃതദേഹം ബഷീറിന്റെ വീട്ടിൽ തന്നെ വെച്ചു. 23-ന് പുലർച്ചെ 1 മണിയോടെ കാറിൽ ബഷീറും ഭാര്യ ഫസീലയും ചേർന്ന് മൃതദേഹം ആര്യമ്പാവിൽ ഉപേക്ഷിച്ചു. തിരിച്ചു വരുമ്പോൾ നബീസയുടെ ചെരുപ്പ് കുന്തിപ്പുഴയിൽ വലിച്ചെറിഞ്ഞു. നബീസയെ കാണാനില്ലെന്ന് പരാതിപ്പെടാനും മൃതദേഹം കണ്ടെത്തിയപ്പോൾ പോലീസിന് മൊഴി നൽകാനും മുന്നിലുണ്ടായിരുന്നത് ബഷീറാണ്. എൻ്റെ ഉമ്മാനെ നോമ്പ് 16-ന് ഉമ്മ എൻ്റെ നാത്തൂൻ്റെ മകളുടെ വീട്ടിലേക്ക് പോകുന്നതാണ്. 17-ന് ഞാൻ വിളിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, ഞാൻ ബഷീറിൻ്റെ വീട്ടിലേക്ക് ഒന്ന് പാവം വിളിക്കുന്നുണ്ട്, ഞാൻ മണ്ണാർക്കാടുണ്ട്, അവൻ്റെ വീട്ടിലേക്കാണ് എന്ന് പറഞ്ഞിട്ട് പോയി. അവൻ്റെ വീടൊന്ന് കാണാനാ പറഞ്ഞിട്ടാണ് എന്നോട് വിളിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെ മണ്ണാർക്കാട് പോയിട്ട് പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഉമ്മ മരിച്ചതായിട്ട് അറിഞ്ഞത് പറഞ്ഞ ആര്യമ്പാവിൽ ഒരു റോഡ് സൈഡിൽ അവർ കൊടുന്നിട്ടുകയാണ്. അതൊക്കെ പിന്നെ കേസിലാണ് അറിഞ്ഞത്. പിന്നെ കേസ് അന്വേഷിച്ചിട്ട് നോക്കുമ്പോൾ പ്രതി ഉമ്മയുടെ പേരക്കുട്ടി ബഷീറും അവൻ്റെ ഭാര്യ ഫസീലയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ 6-7 കൊല്ലം 8 കൊല്ലങ്ങൾക്ക് ശേഷം ഇപ്പോൾ കേസ് വിധി വന്നിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി എൻ്റെ അമ്മ എന്തിനു വേണ്ടിയിട്ട് എൻ്റെ അമ്മ അവരിത് ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് അവർക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണം. ആത്മഹത്യാക്കുറിപ്പും മൊബൈൽ ഫോണിലെ കോൾ ലിസ്റ്റും പരിശോധിച്ചാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. ഭർതൃപിതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഫസീലയ്ക്ക് 5 വർഷം കഠിന തടവിനും 1/2 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി നേരത്തെ ശിക്ഷ വിധിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഭർതൃമാതാവിന്റെ ഉമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ ഫസീലയും ഭർത്താവ് ബഷീറും പ്രതികളായത്. 2013 മുതൽ 2015 വരെ കാലയളവിൽ ഭർതൃപിതാവ് മുഹമ്മദിന് ഭക്ഷണത്തിൽ വിഷപദാർത്ഥം കലർത്തിക്കൊടുത്തു കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിലായിരുന്നു ഈ വിധി.
തുടർച്ചയായി ശാരീരിക അസ്വസ്ഥത അനുഭവിച്ചിരുന്ന മുഹമ്മദ് 2015-ൽ മരുമകൾ ഭക്ഷണത്തിൽ പൊടി കലർത്തുന്നത് കണ്ടതോടെയാണ് കേസായത്. നഷ്ടപ്പെട്ട ആഭരണം നബീസയാണ് എടുത്തതെന്നും ബഷീറിന്റെ മാതാവ് ഫാത്തിമ മരിച്ച ശേഷം പിതാവ് മുഹമ്മദ് വിവാഹം കഴിച്ച രണ്ടാം ഭാര്യയാണ് മുഹമ്മദിന് ഭക്ഷണത്തിൽ വിഷം കലർത്തിയതെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നത്. ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വരുന്നതോടെ ഫസീലയുടെ നേരെയുള്ള സംശയങ്ങൾ നീങ്ങുമെന്ന കണക്കുകൂട്ടലാണ് പ്രതികളെ കൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്നായിരുന്നു അന്ന് കേസ് അന്വേഷിച്ച പോലീസിന്റെ നിഗമനം. ശിക്ഷ വന്നതിനു ശേഷം വിശദമായി സംസാരിക്കാമെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഫസീല മറുപടി പറഞ്ഞു. നാളെ സംസാരിക്കാം. നാളെ തീർച്ചയായിട്ടും സംസാരിക്കാനുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നാളെ സംസാരിക്കാം. നാളെ നിങ്ങളോട് സംസാരിക്കും. ഒന്നും ചെയ്തില്ല എന്നാണ് പറയുന്നത്. നബീസ കൊലക്കേസ് വിധി പറയുന്നത് 1 വർഷം നീണ്ട വിചാരണയ്ക്ക് ശേഷം. വിധി കേൾക്കാൻ നബീസയുടെ മക്കളും പേരമക്കളും ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ എത്തിയിരുന്നു. കോടതി നടപടികൾ പൂർത്തിയാക്കി ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ വിധി വന്ന ശേഷം വിശദമായി സംസാരിക്കുമെന്ന് ഫസീല മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതിനിടെ 1-ാം പ്രതിയായ ബഷീറിന്റെ സഹോദരി ഇക്ക വല്യമ്മയോട് ഇങ്ങനെയൊക്കെ എന്തിനു ചെയ്തു, നിന്നെ അത്രമാത്രം നെഞ്ചിലേറ്റിരുന്നുവെന്ന് പറഞ്ഞ് വികാരനിതയായി. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണിച്ചു തരാമെന്നായിരുന്നു ബഷീറിന്റെ മറുപടി. അന്നുണ്ടല്ലോ അത്രമാത്രം ഞാൻ നെഞ്ചിലേറ്റിയതാ. സഹോദരിയെ ഭീഷണിപ്പെടുത്തിയെന്ന് കാണിച്ച് ബന്ധുക്കൾ ബഷീറിനെതിരെ മണ്ണാർക്കാട് കോടതിയിൽ പരാതി നൽകി. കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിട്ടും ഒരു കൂസലുമില്ലാതെയാണ് ഇരുവരും പെരുമാറിയത്. മാസ്ക് ധരിച്ചാണ് ഇരുവരും കോടതിയിൽ എത്തിയിരുന്നത്. നബീസ കൊലപ്പെട്ട കേസിൽ ബഷീർ 1-ാം പ്രതിയും ഫസീല 2-ാം പ്രതിയുമാണ്. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞതായി ജഡ്ജി ജോമോൻ ജോൺ വിധിച്ചു. ശിക്ഷാവിധി ശനിയാഴ്ചത്തേക്ക് മാറ്റി. 1 വർഷം നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് കേസ് വിധി പറയുന്നതെന്ന് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി ജയൻ പറഞ്ഞു. 1-ാം പ്രതി ബഷീറും 2-ാം പ്രതി ഫസീലയും. ഈ 1-ാം പ്രതിയുടെ ഭാര്യയാണ് 2-ാം പ്രതി. ഈ കോടതി ഇന്ന് പറഞ്ഞത് 1-ാം പ്രതിയെ 302 IPC പ്രകാരവും 201 IPC പ്രകാരവും, അതായത് മർഡറിനും തെളിവ് നശിപ്പിക്കൽ എന്നീ 2 കുറ്റങ്ങൾക്കും കുറ്റക്കാരനാണെന്ന് കണ്ടു. 2-ാം പ്രതിയെ 302 IPC പ്രകാരം മറ്റേ കുറ്റക്കാരിയാണെന്ന് കണ്ടിട്ടുണ്ട്. ശിക്ഷാവിധി നാളെ പുറപ്പെടുപ്പിക്കും. അതിനായുള്ള പ്രതികളുടെയും പ്രോസിക്യൂഷന്റെയും വാദം നാളെ വിശദമായി കോടതി കേൾക്കും. നബീസ വധക്കേസിൽ വിധി കേട്ട് പുറത്തുപോകുന്നതിനിടെ മലബാർ സിറ്റി ന്യൂസ് റിപ്പോർട്ടർ ജെസ്സിക്ക് നേരെ ഫസീലയുടെ കയ്യേറ്റ ശ്രമം. കോടതി നടപടികൾ പൂർത്തിയാക്കി പോലീസ് ജീപ്പിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് കോടതി വരാന്തയിൽ വെച്ച് കയ്യേറ്റ ശ്രമം ഉണ്ടായത്. ശ്രീകൃഷ്ണപുരം പെരുമാങ്ങോട് വിഷ്ണു ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം. 5000-ഓളം രൂപ നഷ്ടപ്പെട്ടതായാണ് നിഗമനം. പരിസരത്തെ വീടുകളിലും മോഷ്ടാവെത്തി. ക്ഷേത്രത്തിന് മുൻവശത്തെ ആൽമരത്തിന് സമീപം വെച്ചിരുന്ന ഭണ്ഡാരമാണ് കുത്തി തുറന്നത്. 5000-ഓളം രൂപ നഷ്ടപ്പെട്ടതായാണ് നിഗമനം. രാവിലെ ക്ഷേത്രത്തിലെത്തിയവരാണ് മോഷണം നടന്നതായി കണ്ടത്. ശ്രീകൃഷ്ണപുരം പോലീസിൽ പരാതി നൽകി. തൊട്ടടുത്തെ വടകനാകുറിശി ക്ഷേത്രത്തിന് സമീപമുള്ള കിഴക്കേ വാര്യത്തെ കുടുംബക്ഷേത്രത്തിന് മുൻപിലെ ഭണ്ഡാരവും കുത്തി തുറന്നിട്ടുണ്ട്. ഭണ്ഡാരം തൊട്ടടുത്ത വളപ്പിൽ നിന്നാണ് കണ്ടെത്തിയത്. പരിസരത്തെ വീടുകളിലെ ഗേറ്റ് തുറന്നിടുകയും പൂട്ടുകൾ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. വീടുകളിൽ നിന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. മോഷ്ടാവിൻ്റേതെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിൽ ദേശാടന കിളികളുടെ ആവാസ കേന്ദ്രമായ പുൽക്കാടുകൾ തീയിട്ട നിലയിൽ. മായന്നൂർ പാലത്തിന്റെ കിഴക്കുഭാഗത്ത് തീപിടുത്തമുണ്ടായ പുൽക്കാടുകളിൽ വനംവകുപ്പ് പരിശോധന നടത്തി. വർഷങ്ങളായി വേനലിന്റെ തുടക്കത്തിൽ ഈ ഭാഗത്ത് തീയിടുന്നതും പക്ഷികളും അവയുടെ മുട്ടകളുമെല്ലാം കത്തിനശിക്കുന്നതും പതിവാണ്. 5 വർഷം മുൻപ് മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഹരിത ട്രിബ്യൂണൽ സ്വമേധയ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇവിടെ 3 ഏക്കറോളം സ്ഥലത്താണ് ഇത്തവണ തീപിടുത്തമുണ്ടായത്. പോലീസിന്റെയും കൂടി സഹകരണത്തോടെ പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കാനാണ് വനംവകുപ്പിന്റെ ശ്രമമെന്ന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ KM സുജിത്ത് പറഞ്ഞു. ഏത് തീ വരുമ്പോഴും നമുക്കതിന് ഒരു പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു തീയും പ്രകൃതിയിൽ നിന്ന് ഒരു തീയും ഒരിക്കലും ഉണ്ടാവില്ല. അതിൻ്റെ ചാൻസുകൾ വളരെ കുറവാണ്.
മനുഷ്യന്മാരായിട്ട് നിർമ്മിച്ച് ഉണ്ടായ ഒരു തീ തന്നെയാണത്. അപ്പോൾ ഇത് നമുക്കൊരു ഫസ്റ്റായിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ ആശ്രയിക്കുന്ന ഇവിടെയുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ അവരുടെ എന്താ പറയുക പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ മദ്യപാനം അവരുടേതായിട്ടുള്ള മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഈ ഏരിയ ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ ഭാഗങ്ങളിൽ അവരുടേതായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പല പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നും കൂടി ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റി. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഭാഗങ്ങൾ ഒരുപാട് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതിനൊരു പരിധിയിൽ നിയന്ത്രണം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നമുക്ക് ഒരു പരിധിവരെ തടയാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഉണങ്ങിയ പുല്ലുകളിലൂടെയും ആറ്റുവഞ്ചിച്ചെടികളിലൂടെയും പടർന്ന തീ താനെ അണയുകയായിരുന്നു. നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലത്താണ് ഇവിടെ ദേശാടന പക്ഷികൾ എത്തുന്നത്. ഇപ്പോഴും ഈ പ്രദേശത്ത് ദേശാടന പക്ഷികളുടെ സാന്നിധ്യമുണ്ട്. പിപ്പിറ്റ്, റെഡ് മുനിയ, സ്റ്റോൺ ചാറ്റ്, സൈബീരിയൻ പുഷ് ചാറ്റ് തുടങ്ങിയവയാണ് സ്ഥിരമായി എത്തുന്നത്. പ്രജനനകാലമായതിനാൽ അവയുടെ മുട്ടകളും ഈ പ്രദേശത്തെ കാടുകളിലുണ്ടാകും. ഇതിന് തൊട്ടടുത്ത് വരെ കഴിഞ്ഞ ദിവസം തീ പടർന്നിരുന്നു. ആവാസ വ്യവസ്ഥ നശിക്കുന്നത് പതിവായാൽ പിന്നീടിവ ഇവിടേക്ക് എത്താത്ത സ്ഥിതി ഉണ്ടാകുമെന്നും പക്ഷി നിരീക്ഷകർ പറയുന്നു. ഹരിത ട്രിബ്യൂണൽ നിർദ്ദേശപ്രകാരം പുഴ സംരക്ഷണത്തിനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരുന്നെങ്കിലും ഒന്നും നടപ്പായില്ല. കടുവയുടെയും പുലിയുടെയും പല്ലും നഖവുമായി വനംവകുപ്പിലെ മുൻ ജീവനക്കാർ പിടിയിൽ. മണ്ണാർക്കാട് നിന്നാണ് ഇവരെ പിടികൂടിയത്. മണ്ണാർക്കാട് പാലക്കയത്ത് കടുവയുടെയും പുലിയുടെയും പല്ലും നഖവും വിൽക്കാൻ ശ്രമിക്കവേ വനംവകുപ്പ് മുൻ ജീവനക്കാർ പിടിയിലായി. നെല്ലിയാമ്പതിയിലെ വനംവകുപ്പ് വാച്ചറായിരുന്ന സുന്ദരൻ, പാലക്കയത്തെ താൽക്കാലിക വാച്ചറായിരുന്ന സുരേന്ദ്രൻ എന്നിവരാണ് പിടിയിലായത്. ഇരുവരും പാലക്കയം വാക്കോടൻ നിവാസികളാണ്. പാലക്കയത്ത് വെച്ച് നടന്ന പരിശോധനയിൽ 12 പുലിനഖം, 2 കടുവനഖം, 4 പുലിപ്പല്ല് എന്നിവ ഇവരിൽ നിന്നും പിടികൂടി. വിൽപ്പനയ്ക്കായി ഇരുചക്രവാഹനത്തിൽ സഞ്ചരിക്കവേ വ്യാഴാഴ്ച രാവിലെയാണ് ഇവർ പിടിയിലായത്. തിരുവനന്തപുരം ഫോറസ്റ്റ് ഇന്റലിജൻസ് സെല്ലും പാലക്കാട് ഫ്ലൈയിങ് സ്ക്വാഡും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ശ്രീലങ്കൻ യുവതിയുടെ കൂടെ താമസിക്കുകയും യുവതി ഗർഭിണി ആവുകയും ചെയ്തതായ പരാതിയിൽ യുവാവിനെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിന്തൽമണ്ണ വളാംകുളം സ്വദേശി 27-കാരൻ മുഹമ്മദ് ഹനീഫയാണ് അറസ്റ്റിലായത്. വിദേശത്ത് നടന്ന സംഭവത്തിൽ യുവതി പരാതി നൽകിയതിനെ തുടർന്നാണ് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവാഹ വാഗ്ദാനം നൽകി ശ്രീലങ്കൻ യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി വഞ്ചിച്ചെന്ന പരാതിയിലാണ് അമ്മിനിക്കാട് വളാംകുളം സ്വദേശി കരിമ്പനക്കൽ മുഹമ്മദ് ഹനീഫയെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. സബ് ഇൻസ്പെക്ടർ SK സജിൻ ശശിയുടെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത്. UAEയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ശ്രീലങ്കക്കാരിയുമായി ഇയാൾ പരിചയപ്പെടുന്നത്. വിവാഹ വാഗ്ദാനം നൽകിയതോടെ ഇരുവരും UAEയിൽ ഒന്നിച്ചു താമസമാക്കി. ഇതിനിടെ യുവതി ഗർഭിണിയായപ്പോൾ ഇയാൾ നാട്ടിലേക്ക് മടങ്ങി. യുവതി വിവാഹം കഴിക്കണമെന്ന ആവശ്യവുമായി പെരിന്തൽമണ്ണയിലെ വീട്ടിലെത്തിയെങ്കിലും മുഹമ്മദ് ഹനീഫയെ കണ്ടെത്താനായില്ല. ഇതോടെ യുവതി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് വിളിച്ചു വരുത്തി സംസാരിച്ചപ്പോൾ വിവാഹം ചെയ്യാൻ യുവാവ് സമ്മതിച്ചു. ഇതിനായി രജിസ്റ്റർ ഓഫീസിൽ നടപടികൾ ആരംഭിച്ചപ്പോഴാണ് യുവതിക്ക് സിംഗിൾ സ്റ്റാറ്റസ് സർട്ടിഫിക്കറ്റ് വേണ്ടി വന്നത്. സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കാൻ ശ്രീലങ്കയിൽ പോയി മടങ്ങി വന്നപ്പോൾ യുവാവ് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ നീക്കം നടത്തുന്നതറിഞ്ഞു. യുവതി വീണ്ടും മടങ്ങിയെത്തിയതറിഞ്ഞ് ഇയാൾ നാട്ടിൽ നിന്നും മുങ്ങുകയും ചെയ്തു. തുടർന്ന് യുവതി ഹേബിയസ് കോർപ്പസ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചു. ഇതേ തുടർന്ന് പോലീസ് യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ശ്രീലങ്കക്കാരിയെ തനിക്ക് പരിചയമില്ലെന്നും താൻ ഗർഭത്തിന് ഉത്തരവാദിയല്ലെന്നും ഇയാൾ കോടതിയിൽ പറഞ്ഞു. ഇതോടെ വഞ്ചനയ്ക്കും പീഡനത്തിനും യുവതി വീണ്ടും പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അതിനിടെ പോലീസ് പീഡിപ്പിക്കുകയാണെന്ന് കാണിച്ച് യുവാവ് കോടതിയിൽ ഹർജി സമർപ്പിച്ചെങ്കിലും ഈ ഹർജി കോടതി തള്ളി. തുടർന്ന് പോലീസ് മുഹമ്മദ് ഹനീഫയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ബിസിനസ് നടത്തിയ യുവതിയിൽ നിന്ന് ഇയാൾ വൻതുക പറ്റിയതായും ഇവരുമായുള്ള ശാരീരിക ബന്ധത്തിൻ്റെ ഫോട്ടോ എടുത്ത് പരസ്യപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി മാനസികമായി പീഡിപ്പിച്ചതായും പോലീസ് പറയുന്നു. ഇടവേള. വാർത്തകൾ തുടരുന്നു. കവിതയുടെ കാർണിവൽ 8ാം പതിപ്പിന് പട്ടാമ്പി നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ തുടക്കമായി. അകം ഏകം അനേകം എന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ കാർണിവൽ നടക്കുന്നത്. പൊറാട്ട് നാടക കലാകാരനായ മണ്ണൂർ ചന്ദ്രൻ കാർണിവൽ ഉദ്ഘാടനം ചെയ്തു. Thank you.
കോളേജിലെ മലയാള വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് കവിതയുടെ കാർണിവൽ 8ാം പതിപ്പ് നടക്കുന്നത്. രാജ്യത്തിനകത്തും പുറത്തുനിന്നുള്ള കവികളും സാഹിത്യകാരന്മാരും കാർണിവലിൽ പങ്കെടുക്കുന്നു. 6 വേദികളിലായി 3 ദിവസം നീണ്ടു നിൽക്കുന്ന കലാ സാഹിത്യോത്സവമായാണ് കാർണിവൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. പൊറാട്ട നാടക കലാകാരനായ മണ്ണൂർ ചന്ദ്രൻ വെള്ളിയാഴ്ച രാവിലെ കാർണിവൽ ഉദ്ഘാടനം ചെയ്തു. ജാതിയെയും ഐത്തത്തെയും തുറന്നെതിർത്തതുകൊണ്ടാണ് ദളിത് കലകളും പാട്ടുകളും ഇവിടെ നൂറ്റാണ്ടുകളായി പുറത്തെ ആട്ടങ്ങളായി നിലനിന്നിരുന്നതെന്നും ഈ കീഴാള അറിവുകളെ സമീപകാലത്താണ് കേരള സമൂഹം പരിഗണിച്ചു തുടങ്ങിയതെന്നും മണ്ണൂർ ചന്ദ്രൻ പറഞ്ഞു. ഇപ്പോഴും ദളിത് കലകളോടുള്ള വിവേചനം സാംസ്കാരിക ലോകത്ത് തുടരുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഒരു സ്ത്രീ രൂപം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതിന് ചൊല്ലുണ്ട്. അതാണ് നമുക്ക് ഒരു ഉദാഹരണമായിട്ടോ അതല്ലെങ്കിൽ ഒരു ചരിത്രം ഇന്നതാണ് തെളിവ് കാണിക്കാൻ പറ്റിയ. ഈ കാട് എവിടെയായിരുന്നു? കാടെന്ന് പറയുന്ന പാലക്കാടിന്റെ ടൗണാണ്. പാലക്കാടിന്റെ ടൗണിൽ കാട് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ആവില്ല. പക്ഷെ വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല. ഈ കലാരൂപം ഉണ്ടായത് അവിടെ നിന്നാണ്. അപ്പോൾ അതിലൊരു ചൊല്ല് വരുന്നുണ്ട് ഈ പാട്ടിക്കളിയിൽ. കാട്ടാന ഒരു കരടി പുലി ഒരു ചെന്നായേ ഒരു ചെറുപുഴകേ അയ്യോരേ അവനത്തകത്തെ ആ കടയ്ക്ക് കണ്ടു ഒരു ഭഗവതിയെ സൂക്ഷിച്ചാണ് എന്നൊക്കെ പാടി. അപ്പോൾ ഒരു സ്ത്രീയുടെ രൂപമായിട്ട് അവർ കാണണം. ആ സ്ത്രീയാണല്ലേ ഇന്ന് പാലക്കാട് ഏറ്റവും ഗംഭീരമായി വേലി ഒരു ആഘോഷം നടക്കുന്ന തൊണ്ടാർവളത്തി ഭഗവതി ക്ഷേത്രം. പി രാമചന്ദ്രൻ അധ്യക്ഷനായി. കാർണിവൽ പരിപ്രേക്ഷ്യം ഡോക്ടർ H.K. സന്തോഷ് അവതരിപ്പിച്ചു. എഴുത്തുകാരായ സച്ചിദാനന്ദൻ, EP രാജഗോപാലൻ, പി രാമചന്ദ്രൻ, പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, വാർഡ് മെമ്പർ റുക്കിയ എന്നിവർ പങ്കെടുത്തു. കാർണിവൽ ബുക്കിന്റെ പ്രകാശനം പ്രശസ്ത കവി സച്ചിദാനന്ദൻ നിർവഹിച്ചു. ഒ ലക്ഷ്മിക്കുട്ടി ഏറ്റുവാങ്ങി. തുടർന്ന് സച്ചിദാനന്ദനുള്ള കവിതയുടെ കാർണിവലിന്റെ ആദരം കാർണിവൽ ഡയറക്ടർ പി രാമചന്ദ്രൻ സമർപ്പിച്ചു. EP രാജഗോപാലൻ ആദര പ്രഭാഷണം നടത്തി. കോർഡിനേറ്റർ ആലിക്കുട്ടി, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ MR അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. 250-ൽ പരം കവികളും കലാകാരന്മാരും എഴുത്തുകാരും കാർണിവലിൽ പങ്കെടുക്കുന്നുണ്ട്. നവോത്ഥാനം ആവശ്യമില്ലെന്നും സ്ത്രീ വിമോചനം എന്ന ആശയമാണ് മാറ്റമുള്ള സമൂഹത്തിന് ആവശ്യമെന്നും എഴുത്തുകാരി സാറ ജോസഫ് പട്ടാമ്പിയിൽ കവിതാ കാർണിവലിൽ നടത്തിയ അന്താരാഷ്ട്ര സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു സാറ ജോസഫ്. സ്ത്രീ വിമോചനം എന്ന ആശയമാണ് മാറ്റമുള്ള സമൂഹത്തിന് ആവശ്യം. നിരാശപ്പെടാൻ അവകാശമില്ല. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ ചെറുത്തു തോൽപ്പിക്കണമെന്നും അവർ പറഞ്ഞു. സെമിനാറിൽ മാനുഷി എന്ന ആരംഭം അനുഭവം വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ആലോചിക്കാൻ വേണ്ടി ആദ്യം വിളിച്ചു കൂട്ടിയ മീറ്റിംഗില് കോളേജിലെ ഒട്ടുമിക്ക ആളുകൾ മലയാളത്തിന്റെ PG ക്ലാസ്സിലെ കൊണ്ടുവരുന്നില്ല. ആളുകൾ അവർ എല്ലാവരും വന്നില്ല. എല്ലാവരും ഇത് കേട്ടു. പിന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ സൈദ്ധാന്തിക നിലപാടുകളോട് തെറ്റിക്കൊണ്ട് പലരും പിരിഞ്ഞുപോയി. പ്രത്യേകിച്ച് സംഘടനാ പ്രവർത്തനം നടത്തുന്ന SFI പോലെയുള്ള അല്ലെങ്കിൽ KSU പോലെയുള്ള അല്ലെങ്കിൽ അപ്പുറത്ത് എഴുതിയിരിക്കുന്ന ശക്തമല്ല അങ്ങനെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ അവരുടേതല്ലാത്ത ഒരു സ്വതന്ത്രമായ സംഗതി കൂടി വരുന്നു എന്നുള്ളതിനെ എങ്ങനെ നോക്കിക്കണ്ടു എന്നുള്ളത് പിന്നീട് പലതരത്തിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കും ആശയപരമായിട്ട് സ്വീകരിക്കേണ്ടി വന്ന നിലപാടുകളാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. പി ഗീത ഏകോപനം നിർവഹിച്ചു. മാനുഷി പ്രവർത്തകരും പങ്കെടുത്തു. ദളിത് സാഹിത്യ ഇടപെടലുകൾ ഒരു ആമുഖം എന്ന വിഷയത്തിലും അവതരണം നടന്നു. തുടർന്ന് സെമിനാർ, പ്രബന്ധാവതരണം, മാനുഷി പ്രവർത്തകരുടെ ഒത്തുകൂടൽ എന്നിവയുമുണ്ടായി. സെമിനാർ ഇന്ത്യൻ രാഷ്ട്രീയ നിരീക്ഷകനായ ഗോപാൽ ഗുരുവാണ് ഉദ്ഘാടനം ചെയ്തത്. Malayalam modernity, there is a term in contradiction. Unless you say that Malayali public sphere is already modern, fine. But modernity is in Malayalam, is correct. Or Kerala Renaissance, one expression. Renaissance in Kerala, another expression. Which one is correct? Which has a promise to do research? Which is so universal, so objective, not subjective? You have to take this methodological call. Like identity and modernity, these are contradiction in terms. It can be a modernity which is maybe particular, but modernity itself is not particular, it is inherently universal.
കാട്ടുപന്നി ശല്യത്തെ തുടർന്ന് സ്വന്തം കൃഷിയിടം തരിശിട്ട കർഷകന് മറ്റൊരു ഭാഗത്ത് പാട്ടത്തിനടുത്ത കൃഷിഭൂമിയിലും കൃഷിനാശം. ഒറ്റപ്പാലം തൃക്കങ്ങോട് പനയംകണ്ടത്ത് മഠത്തിൽ 77-കാരനായ PR ഗോപാലരാമൻ തൃക്കങ്ങോട് പാടശേഖരത്തിൽ പാട്ടത്തിനെടുത്ത ഭൂമിയിലാണ് പന്നിക്കൂട്ടത്തിന്റെ വിളയാട്ടം. ചോറൂട്ടൂർ അതിർത്തിയിലാണ് റിട്ടയർഡ് ഹവിൽദാർ ക്ലർക്ക് കൂടിയായ ഗോപാലരാമന്റെ പാടം. ഇവിടെ പന്നിശല്യം അസഹ്യമായി കൃഷി നടത്താനാകാതായപ്പോഴാണ് വീടിന് സമീപം തൃക്കങ്ങോട് പാടത്ത് 4 ഏക്കർ ഭൂമി പാട്ടത്തിനെടുത്ത് 2ാം വിള ഇറക്കിയത്. താരതമ്യേന പന്നിശല്യം കുറഞ്ഞ പ്രദേശം എന്ന നിലയ്ക്കായിരുന്നു ഇത്. പാടങ്ങൾ കതിരണിഞ്ഞു തുടങ്ങിയതോടെ ഇവിടെയും പന്നിക്കൂട്ടം ഇറങ്ങി. രാത്രി നെൽച്ചെടികൾ മുതൽ വരമ്പുകൾ വരെ ചവിട്ടിമെതിക്കുകയാണ് കാട്ടുപന്നികൾ. പാടശേഖരത്തിലെ മറ്റു കർഷകരുടേതുൾപ്പെടെ 15 ഏക്കറോളം കൃഷിഭൂമിയിലാണ് വിളനാശം. 50 ഏക്കറോളം വിസ്തൃതിയുള്ള വിശാലമായ പാടശേഖരമാണിത്. 1 മാസം കൂടി പിന്നിട്ടാൽ വിളവെടുക്കാവുന്ന പാടങ്ങളിലാണ് കാട്ടുപന്നി വിളയാട്ടം. കൃഷിയിടങ്ങൾക്ക് ചുറ്റും തുണി വലിച്ചു കെട്ടിയും പടക്കം പൊട്ടിച്ചും പന്നിക്കൂട്ടത്തെ തുരത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായി ഫലപ്രദമല്ല. സർക്കാരിന്റെ ഇൻഷുറൻസ് പരിരക്ഷയുണ്ടെങ്കിലും നഷ്ടപരിഹാരത്തിന്റെ ലഭ്യത സംബന്ധിച്ച് കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് പോലും വ്യക്തതയില്ലെന്നും കർഷകർ പറയുന്നു. ഒഴിവുകൂലി പോലുള്ള ആനുകൂല്യങ്ങളും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് പരാതി. പന്നിശല്യത്തെക്കുറിച്ച് പരാതി അറിയിച്ച് 2 ആഴ്ച പിന്നിട്ടും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചിട്ട് പോലുമില്ലെന്നും ആക്ഷേപമുണ്ട്. ഏതാണ്ട് 50 കർഷകരുണ്ട്. അതിൽ 10-20 പേരുടെ നെൽകൃഷി പന്നി മൂലം ഇപ്പോൾ വരമ്പ് മാത്രമല്ല കണ്ടത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഏക്കറയ്ക്ക് 100 രൂപ വെച്ച് ഇൻഷുർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എത്ര ഉറുപ്പയ്ക്കാണ് ഇൻഷുറൻസ് അറിയില്ല, എത്ര നഷ്ടപരിഹാരം കിട്ടുമെന്ന് അറിയില്ല. അധികാരികൾ വരുന്നില്ല. പിന്നെ കൃഷിഭവനോ പഞ്ചായത്തോ ബ്ലോക്കോ ആരും വരുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല. ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിട്ട് 12 വർഷമായി. എന്നാൽ തികച്ച് 10 ദിവസം ബസ്സുകൾ ഇവിടെ കയറിയിട്ടില്ല. സംസ്ഥാനപാത കടന്നുപോകുന്ന പ്രധാന ടൗണുകളിലൊന്നായ അലനല്ലൂരിലെ ബസ് സ്റ്റാൻഡാണ് നോക്കുകുത്തിയായത്. പരിപാലനമില്ലാത്തതിനാൽ അനുബന്ധ ഷോപ്പിംഗ് കോംപ്ലക്സിലെ വയറിങ്ങും സ്വിച്ചുകളും ഉൾപ്പെടെ ഇപ്പോൾ നശിച്ചു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിന് തുടക്കം കുറിച്ചാണ് 2010-ൽ ബസ് സ്റ്റാൻഡിനും അനുബന്ധ ഷോപ്പിംഗ് കോംപ്ലക്സിനും ശിലയിട്ടത്. 2013-ൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള ബസ് സ്റ്റാൻഡ് പ്രവർത്തന സജ്ജമായി. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്തത്. ബസ് സ്റ്റാൻഡ് നിർമ്മിച്ച് 12 വർഷം പിന്നിടുമ്പോഴും 10 ദിവസം സ്റ്റാൻഡിൽ ബസ്സുകൾ കയറിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അലനല്ലൂർ ടൗണിൽ നിന്നും വളരെ ദൂരം മാറിയാണ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത് എന്ന കാരണത്താൽ ആളുകൾ ഇവിടേക്ക് വന്നില്ല. വെറുതെ സ്റ്റാൻഡിൽ കയറി സമയം കളയണ്ട എന്ന് കരുതി ബസ്സുകളും കയറാതെയായി. സ്റ്റാൻഡിന് തൊട്ടടുത്തുള്ള സ്കൂൾ പടി സ്റ്റോപ്പിലാണ് ആളുകൾ ബസ് കാത്തു നിൽക്കാറ്. ബസ്സുകൾ കയറിയാൽ ആളുകൾ വരുമെന്ന വിശ്വാസത്തിൽ കഴിഞ്ഞ ഭരണസമിതിയും നാട്ടുകൽ പോലീസും ചേർന്ന് പലതവണ ബസ്സുകൾ കയറണമെന്ന നിർദ്ദേശം നൽകിയെങ്കിലും ഫലം കണ്ടില്ല. പിന്നീട് പോലീസ് കാവൽ നിന്ന് സ്റ്റാൻഡിലേക്ക് ബസ് കയറ്റാനുള്ള ശ്രമവും നടത്തിയിരുന്നു. ഇതും അധികകാലം നീണ്ടുപോയില്ല. സ്റ്റാൻഡിൽ കയറിയില്ലെങ്കിലും സ്റ്റാൻഡിന് മുന്നിൽ ബസ് നിർത്തി ആളെ കയറ്റാറുണ്ട്. ജനങ്ങളെ ആകർഷിക്കാനായി ഗ്രാമപഞ്ചായത്ത് ഫെസ്റ്റ് ഉൾപ്പെടെയുള്ള പരിപാടികൾ സ്റ്റാൻഡിൽ സംഘടിപ്പിച്ചെങ്കിലും എല്ലാം അസ്ഥാനത്തായി. ബസ് സ്റ്റാൻഡ് ഇപ്പോൾ വെറും നോക്കുകുത്തിയാണ്. സ്റ്റാൻഡിനോട് ചേർന്ന് നിർമ്മിച്ച ഷോപ്പിംഗ് കോംപ്ലക്സും അടഞ്ഞുകിടക്കുന്നു. പരിചരണമില്ലാതായതോടെ കെട്ടിടത്തിലെ വയറിംഗ്, ടൈൽസ് എന്നിവ നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. നാഥനില്ലാ കളരിയായി ബസ് സ്റ്റാൻഡ്. കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സ്റ്റാൻഡിനെ ജീവൻ വെപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും നിലവിലെ ഭരണസമിതി ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നില്ലെന്നും ആരോപണമുണ്ട്. പെരിന്തൽമണ്ണയിൽ നിന്നും അലനല്ലൂരിലേക്ക് വരുന്ന ബസ്സുകൾക്ക് തിരിക്കാനും വിശ്രമിക്കാനും ഉതകുന്ന സ്ഥലം എന്ന നേട്ടം മാത്രമാണിപ്പോൾ ബസ് സ്റ്റാൻഡ് കൊണ്ടുള്ളത്. മലപ്പുറത്ത് നടക്കുന്ന കേരള പൗൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ നടത്തിപ്പിന് സ്വാഗത സംഘം രൂപീകരിച്ചു. പെരിന്തൽമണ്ണയിൽ ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഖാദറലി വറ്റലൂർ ഉദ്ഘാടനം ചെയ്തു. കോഴി കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളും ന്യായമായ ആവശ്യങ്ങളും സമ്മേളനത്തിൽ മുഖ്യ വിഷയമായിരിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. അടുത്ത ഫെബ്രുവരിയിലാണ് കേരള പൗൾട്രി ഫാർമേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം മലപ്പുറത്ത് നടക്കുന്നത്. സംസ്ഥാന സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിന് പെരിന്തൽമണ്ണയിൽ ചേർന്ന യോഗത്തിൽ സ്വാഗത സംഘം രൂപീകരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഖാദറലി വറ്റലൂർ സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കോഴി വളർത്തൽ കൃഷി വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത് അടക്കമുള്ള ആവശ്യങ്ങൾ സമ്മേളനത്തിൽ ഉന്നയിക്കുമെന്നും സമ്മേളനം വൻ വിജയമാക്കുമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി ഖാദറലി വറ്റലൂർ പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബൗണ്ടറി ടാക്സുമായി ബന്ധപ്പെട്ട്, അതേപോലെ ഈ ഒരു സെസ്സുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ സംസ്ഥാന സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശക്തി, കോഴി കർഷകരുടെ ശക്തി കാണിക്കുകയോ തെളിയിക്കുകയും ചെയ്യുന്ന നമ്മൾ ഏകദേശം 10,000-ഓളം ആളുകളെ വെച്ചുകൊണ്ടുള്ള ഒരു പ്രകടനവും അതോടൊപ്പം തന്നെ
ഒരു സമ്മേളനവുമാണ്, പൊതുസമ്മേളനവുമാണ് നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത്. അതിന് എല്ലാ ആളുകളും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകളും പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു ജനപങ്കാളിത്തത്തോട് കൂടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ കോഴി കർഷകർ കൊടുത്ത നിവേദനങ്ങൾക്ക് അതിനൊന്നും ഒരു ശാശ്വത പരിഹാരം കാണാത്തതിൻ്റെ പേരിൽ അത് ഗവൺമെൻറ്റിന് ഇത്രയും വലിയൊരു ശക്തിയാണ് എന്ന് അറിയിക്കുന്ന തരത്തിലുള്ള ഒരു സംസ്ഥാന സമ്മേളനമാണ് ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത്. സംസ്ഥാന ട്രഷറർ സെയ്ദ് മണലായ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നജീബ് കാന്തപുരം MLA ഓൺലൈനിലൂടെ സംസാരിച്ചു. സംഘടനയുടെ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് KT ഉമ്മർ വിശദീകരണ പ്രസംഗം നടത്തി. കെപ്കോ മുൻ മാനേജിംഗ് ഡോക്ടർ നൌഷാദ്, ഹുസൈൻ വടക്കൻ, ആസാദ് കളരിക്കൽ, ലത്തീഫ് മണ്ണാർമല, ഷാജി നവാസ്, സൈദലവി പാലോട്, TK നജീബ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാനായി ഹുസൈൻ വടക്കനെയും കൺവീനറായി ലത്തീഫ് മണ്ണാർമലയെയും ട്രഷററായി താഴേക്കോട് ഉസ്മാൻ ഹാജിയെയും തിരഞ്ഞെടുത്തു. മന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കൾ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളനത്തിൽ 10,000 പേരുടെ പ്രകടനവും പൊതുസമ്മേളനവും നടത്താൻ യോഗം തീരുമാനിച്ചു. കോഴി വളർത്തൽ കൃഷിയിൽ ഉൾപ്പെടുത്തുക, വളർത്തുകൂലി വർദ്ധിപ്പിക്കുക, ആഡംബര നികുതി എന്ന വൺ ടൈം ടാക്സും സെസ് നികുതി, ലേബർ ടാക്സും നിർത്തലാക്കുന്നതിന് സംസ്ഥാന സമ്മേളനത്തിലൂടെ സംഘടന സർക്കാരിനോട് ആവശ്യപ്പെടും. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ഭാവഗായകന്റെ സ്മരണകൾ ഉണർന്നു. വിടപറഞ്ഞ മലയാളിയുടെ ഭാവഗായകൻ P. ജയചന്ദ്രന്റെ സ്മരണയിൽ പെരിന്തൽമണ്ണയിലെ സാംസ്കാരിക കൂട്ടായ്മയാണ് മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന പേരിൽ പരിപാടി ഒരുക്കിയത്. NP വിജയകൃഷ്ണൻ എഴുതിയ P. ജയചന്ദ്രന്റെ പുസ്തകവും പ്രകാശനം ചെയ്തു. പെരിന്തൽമണ്ണയിലെ പുരോഗമന കലാസാഹിത്യ സംഘം, വിരമിച്ച അധ്യാപകരുടെ കൂട്ടായ്മയായ ഷെൽട്ടർ, സംസ്കാര എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന പേരിൽ P. ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചത്. പ്രശസ്ത കഥകളി സംഗീതജ്ഞൻ പാലനാട് ദിവാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉപാസന ഉപാസന ഇതു ധന്യമാവതുപാസന. അതേ ജയചന്ദ്രനെ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, അത് മോഹനാണ്. അതേ ജയേട്ടൻ തന്നെ കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ പാടി കടത്തുവള്ളം യാത്രയായി. ഭാവങ്ങളെ യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി. K. സുധാകുമാരി അധ്യക്ഷത വഹിച്ചു. കലാനിരൂപകൻ ഡോക്ടർ NP വിജയകൃഷ്ണൻ ജയചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. നൈസർഗികവും ജന്മായത്തവുമായ സംഗീത വാസനയും സമന്വയിപ്പിച്ചുകൊണ്ടാണ് അവസാനത്തെ പാട്ട് വരെ ജയചന്ദ്രൻ പാടി പോന്നത്. ജയചന്ദ്രൻ അടിസ്ഥാനപരമായി ഒരു കവിയാണ്. കവിത എഴുതാത്ത, എന്നാൽ കവിത്വം ഒരു അക്ഷയ ഖനിയായി ഉള്ളിൽ ഘനീഭവിച്ച് കിടക്കുന്ന ഒരു കാവ്യ വ്യക്തിത്വം. താൻ എഴുതിയ ഒരു കവിത കടലാസ് നോക്കി എപ്രകാരമാണ് ഒരു കവി അത് ഒരു കവിയരങ്ങിൽ ചൊല്ലുന്നത്, അതിന് സമാനമായി മറ്റൊരാൾ എഴുതിയ ചലച്ചിത്ര ഗാനമോ ഭക്തിഗാനമോ ലളിതഗാനമോ ആകട്ടെ, അതിനെ താൻ എഴുതിയ ഒരു കവിതയായി കണ്ട് പാടുന്ന ഒരു ശീലം ആയിരുന്നു ജയചന്ദ്രൻ്റേത്. NP വിജയകൃഷ്ണൻ രചിച്ച P. ജയചന്ദ്രൻ ഗാനങ്ങളുടെ പഠനഗ്രന്ഥമായ സ്വരസ്ഥാനം പാടുന്ന ജയചന്ദ്രൻ സംസാരിക്കുന്നു എന്ന പുസ്തകം ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ചെറുകാട് സ്മാരക ട്രസ്റ്റ് ചെയർമാൻ V. ശശികുമാർ പാലനാട് ദിവാകരന് പുസ്തകത്തിൻ്റെ പ്രതി നൽകിയാണ് പ്രകാശനം ചെയ്തത്. PS. വിജയകുമാർ പുസ്തക പരിചയം നടത്തി. വേണു പാലൂർ, K. കൃഷ്ണൻകുട്ടി, PM സാവിത്രി, KS ഹരിഹരൻ, പത്മലത, സജിത് പെരിന്തൽമണ്ണ, PG സാഗരൻ എന്നിവർ സംസാരിച്ചു.
തുറന്നു കിടന്ന ഗാനാഞ്ജലിയിൽ ജയചന്ദ്രന്റെ 20 ഗാനങ്ങൾ ആലപിച്ചു. നെല്ലായ മാരായമംഗലം ഖാലി മുഹമ്മദ് മുസ്ലിയാർ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ കോംപ്ലക്സ് 12ാം വാർഷിക സമ്മേളനം ജനുവരി 19 മുതൽ 22 വരെ നടക്കും. മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ 4 ദിവസത്തെ പരിപാടികളിൽ പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 19 ഞായറാഴ്ച രാവിലെ 10 നടക്കുന്ന കുടുംബസംഗമത്തോടെയാണ് വാർഷിക പരിപാടികൾ തുടങ്ങുക. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യും. മുനീർ ഹുദവി വിളയിൽ മുഖ്യപ്രഭാഷണം നടത്തും. 20 രാത്രി 8 മണിക്ക് മജ്ലിസുൻ നുറാൻ ഇസ്ക് മജ്ലിസ് മുനീർ വാഫി ഉദ്ഘാടനം ചെയ്യും. അൻവർ അലി ഹുദവി ഇസ്ക് മജ്ലിസിന് നേതൃത്വം നൽകും. 21 രാത്രി 8 മണിക്ക് മതപ്രഭാഷണം നടക്കും. അബ്ദുള്ള മുജ്തബ ഫൈസി ഉദ്ഘാടനം നിർവഹിക്കും. നവാസ് മന്നാനി പനമൂർ മുഖ്യപ്രഭാഷണം നടത്തും. 22 വൈകിട്ട് 8 നടക്കുന്ന സമാപന സമ്മേളനം ഇമ്പിച്ചിക്കോയ തങ്ങൾ പഴയലക്കടി ഉദ്ഘാടനം ചെയ്യും. എം എ നൌഷാദ് ബാഗവി ചിറയിൻകീഴ് മുഖ്യപ്രഭാഷണം നടത്തും. വിപുലമായ ഒരുക്കങ്ങളാണ് വാർഷികത്തിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ളതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. PGയോടുകൂടി മതപഠനവും കൂടെ നടത്തുന്ന സ്ഥാപനമാണ്. അപ്പോൾ അതിൻ്റെ 12ാം വാർഷികമാണ്. ജനുവരി 19, 20, 21, 22 തീയതികൾ. 19 കുടുംബസംഗമം, അത് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 21, 20 മജ്ലിസുൻ നൂർ എന്ന് പറയും. അതിൻ്റെ ഒരു വാർഷികമാണ്. അതിൻ്റെ പ്രോഗ്രാം കാണിച്ചിട്ടുണ്ട്. പിന്നെ 21 മതപ്രഭാഷണമാണ്. ഇത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകൻ നവാസ് മന്നാനി പനവൂർ എന്ന് പറയുന്ന ആളാണ് നടത്തുന്നത്. പിന്നെ 22 ബുധനാഴ്ച സമാപന സമ്മേളനമാണ്. അതിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് നൌഷാദ് ബാഗവി ചിറയിൻകീഴ് എന്ന് പറയുന്ന ആൾ. വളരെ വിപുലമായൊരു പരിപാടിയാണ്. അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നത് മാരായമംഗലം പ്രദേശത്തെ 5 മഹല്ലുകൾ ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമാണ്. മാവുണ്ടി, കുളപ്പുഴ, തച്ചങ്ങാട്, കേട്ടിപ്പടി, ചെർലിൽ മഹല്ലുകൾ ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ഈ പരിപാടിയിലേക്ക് ഇതിൻ്റെ സംഘാടകർ പ്രതീക്ഷിക്കുന്നത് ഒരു 2500ഓളം ആളുകളെയാണ് ഈ കുടുംബസംഗമത്തിലേക്ക് പ്രതീക്ഷിക്കുന്നത്. അതിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരിയാണെങ്കിൽ മാരായമംഗലം പ്രദേശത്തെ ഒട്ടുമിക്ക ആളുകളുടെയും പങ്കാളിത്തം ആ കുടുംബസംഗമത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വാഗത സംഘം ചെയർമാൻ മരക്കാർ മാരായമംഗലം PK ഹക്കീം, അബൂബക്കർ സിദ്ദിഖ് നദവി, അസൈനാർ MP, റൈൻ കീഴ്ശ്ശേരി എന്നിവർ പരിപാടികളെപ്പറ്റി വിശദീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണാർക്കാട്ടെ നബീസ വധക്കേസ്, പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. ശിക്ഷ ശനിയാഴ്ച വിധിക്കും. നബീസയുടെ മകളുടെ മകൻ ബഷീർ, ഭാര്യ ഫസീല എന്നിവരാണ് പ്രതികൾ. ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിൽ ദേശാടന കിളികളുടെ ആവാസ കേന്ദ്രമായ പുൽക്കാടുകൾ തീയിട്ട നിലയിൽ. സ്ഥലത്ത് വനംവകുപ്പ് പരിശോധന നടത്തി. പോലീസിന്റെ കൂടി സഹകരണത്തോടെ പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കുമെന്ന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. നവോത്ഥാനം ആവശ്യമില്ലെന്നും സ്ത്രീ വിമോചനം എന്ന ആശയമാണ് മാറ്റമുള്ള സമൂഹത്തിന് ആവശ്യമെന്നും എഴുത്തുകാരി സാറ ജോസഫ്. സ്ത്രീകൾക്കെതിരെ നടത്തുന്ന അക്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കണം. പട്ടാമ്പിയിൽ കവിതയുടെ കാർണിവൽ 8ാം പതിപ്പിന് തുടക്കം. ശ്രീകൃഷ്ണപുരത്ത് മോഷ്ടാക്കളുടെ വിളയാട്ടം. പെരുമാങ്ങോട് വിഷ്ണുക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു. സമീപത്തെ വീടുകളിലും മോഷണശ്രമം. ഒപ്പം താമസിച്ച് വഞ്ചിച്ചെന്ന ശ്രീലങ്കൻ യുവതിയുടെ പരാതിയിൽ പെരിന്തൽമണ്ണയിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വളാംകുളം സ്വദേശി മുഹമ്മദ് ഹനീഫയാണ് അറസ്റ്റിലായത്. അറസ്റ്റ് വിദേശത്ത് നടന്ന സംഭവത്തിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.